ഹലോ ഗൈസ്, വെൽക്കം ടു ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ. നമ്മൾ നമ്മുടെ IPL ടീം റിവ്യൂ സീരീസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്തത് ലക്നൗ സൂപ്പർ ജയൻസിനെയാണ്. ആ വീഡിയോ കാണാത്തവർ തീർച്ചയായും കാണുക. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഗുജറാത്ത് ടൈറ്റൻസ്. IPL തങ്ങളുടെ ആദ്യ സീസണിൽ തന്നെ കപ്പടിക്കുക, തൊട്ടടുത്ത സീസണിൽ കിരീടം നിലനിർത്തുന്നതിന് തൊട്ടരികിലെത്തുക. അങ്ങനെ സ്വപ്നതുല്യമായ ഒരു തുടക്കമാണ് ഗുജറാത്ത് ടൈറ്റൻസിന് ലഭിച്ചത്. 2022 ഹാർദിക് പാണ്ഡ്യയുടെ നേതൃത്വത്തിൽ കിരീടം നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് 2023 സീസണിൽ അവസാന പന്തിലാണ് ഫൈനലിൽ ചെന്നൈ സൂപ്പർ കിങ്സിനോട് തോറ്റത്. 2024 സീസണിന് തൊട്ടു മുൻപ് ക്യാപ്റ്റനായിരുന്ന ഹാർദിക് പാണ്ഡ്യ തന്റെ പഴയ ടീമായ മുംബൈ ഇന്ത്യൻസിലേക്ക് പോവുകയും പകരം ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റനാവുകയും ചെയ്തു. എന്നാൽ ആദ്യ 2 സീസണിലെ ആ ഒരു ഫോം നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞില്ല. കഴിഞ്ഞ സീസണിൽ 8ാം സ്ഥാനത്താണ് ഗുജറാത്ത് ഫിനിഷ് ചെയ്തത്. ശുഭ്മാൻ ഗിൽ, റഷീദ് ഖാൻ, സായി സുദർശൻ, രാഹുൽ തവാത്യ, ഷാരൂഖ് ഖാൻ തുടങ്ങിയ 5 താരങ്ങളെ നിലനിർത്തിയാണ് ഗുജറാത്ത് ലേലത്തിനെത്തിയത്. ലേലത്തിൽ ജോസ് ബട്ട്ലർ, കാഗിസോ റബാദ, മുഹമ്മദ് സിറാജ് തുടങ്ങിയ താരങ്ങളെ സ്വന്തമാക്കാനും അവർക്ക് കഴിഞ്ഞു. കഴിഞ്ഞ സീസണുകളിലേതുപോലെ തന്നെ ആശിഷ് നെഹ്റ തന്നെയാണ് ഇവരുടെ ഹെഡ് കോച്ച്. ഇനി നമുക്ക് സാധ്യതാ ലെവലിലേക്ക് പോവാം. എന്റെ അഭിപ്രായത്തിൽ ഈ സീസണിൽ ഒരു വെൽ റൗണ്ട്, വെൽ ബാലൻസ്ഡ് ആയ ടീമാണ് ഗുജറാത്ത് ടൈറ്റൻസ്. ഓപ്പണിംഗ് നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റനായ ശുഭ്മാൻ ഗിൽ, കൂടെ ജോസ് ബട്ട്ലർ. ഇവിടെ നമുക്ക് ഒന്നും പറയേണ്ട കാര്യം തന്നെയില്ല. ജോസ് ബട്ട്ലർ വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. അതുപോലെ തന്നെ ശുഭ്മാൻ ഗില്ലും നല്ല ഫോമിലാണ്. പ്രത്യേകിച്ചും ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഹോം ഗ്രൗണ്ടായ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗിൽ നേടിയ റൺസിന് കൈയും കണക്കുമില്ല. അപ്പോൾ ഓപ്പണിംഗ് വെൽ സോർട്ടഡ് ആണ്. ഇന്നിംഗ്സ് ആങ്കർ ചെയ്ത് വേണ്ട സമയത്ത് ബിഗ് ഷോട്ട്സ് കളിക്കാൻ കെൽപ്പുള്ള താരമാണ് ശുഭ്മാൻ ഗിൽ. അതുപോലെ ജോസ് ബട്ട്ലർ ഡിസ്ട്രക്റ്റീവ് ബാറ്റ്സ്മാൻ ആണ്. ഇനി മിഡിൽ ഓർഡറിലേക്ക് നോക്കിയാൽ നമ്പർ 3 സായി സുദർശൻ എക്സലന്റ് പ്ലെയർ ആണ്. കഴിഞ്ഞ സീസണിൽ ഓപ്പണിംഗ് സ്ലോട്ടിലും ഇറങ്ങിയ സായി സുദർശൻ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. കൺസിസ്റ്റന്റായി മികച്ച സ്കോറുകൾ കണ്ടെത്തുന്ന താരമാണ് സായി സുദർശൻ. ഇനി നോക്കുകയാണെങ്കിൽ ഗ്ലെൻ ഫിലിപ്സ്, വാഷിംഗ്ടൺ സുന്ദർ. ഗ്ലെൻ ഫിലിപ്സും ഒരു ഡിസ്ട്രക്റ്റീവ് ബാറ്ററാണ്. കൂടാതെ ഫീൽഡിംഗ്, ആ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യം തന്നെയില്ല. നിലവിൽ ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഫീൽഡർ ആരാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ, ഗ്ലെൻ ഫിലിപ്സ്. ഈ കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിൽ തന്നെ ഗ്ലെൻ ഫിലിപ്സ് എടുത്ത സ്റ്റണ്ണറുകളുടെ എണ്ണം നോക്കൂ. വിരാട് കോഹ്ലിയുടെ ക്യാച്ച്, ശുഭ്മാൻ ഗില്ലിന്റെ ക്യാച്ച്, മുഹമ്മദ് റിസ്വാന്റെ ക്യാച്ച്. ഫീൽഡിംഗിൽ ഒരു 20 to 30 റൺസ് വരെ ഗ്ലെൻ ഫിലിപ്സ് ഒറ്റയ്ക്ക് സേവ് ചെയ്യും. പിന്നീട് വാഷിംഗ്ടൺ സുന്ദർ, നമുക്കൊരു ഫ്ലോട്ടറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ലെഫ്റ്റ് ഹാൻഡ് ബാറ്ററാണ്. പിന്നീട് രാഹുൽ തവാത്യ, ഷാരൂഖ് ഖാൻ. അവരെ രണ്ടുപേരെയും നമുക്കറിയാം. രണ്ടുപേരും ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ബാറ്റേഴ്സ് ആണ്. അപ്പോൾ ഈ ബാറ്റിംഗ് ഓർഡർ ഒന്ന് നോക്കൂ. ശുഭ്മാൻ ഗിൽ, ജോസ് ബട്ട്ലർ, സായി സുദർശൻ, വാഷിംഗ്ടൺ സുന്ദർ, ഗ്ലെൻ ഫിലിപ്സ്, ഷാരൂഖ് ഖാൻ, രാഹുൽ തവാത്യ. പ്രോപ്പറായി ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് കോമ്പിനേഷൻ ഉള്ള ഒരു ബാറ്റിംഗ് ഓർഡർ കൂടിയാണിത്. ഇനി നമുക്ക് ബോളിംഗിലേക്ക് വന്നാൽ റഷീദ് ഖാൻ, വൺ ഓഫ് ദി ബെസ്റ്റ് ലെഗ് സ്പിന്നേഴ്സ് ഇൻ കറന്റ് ജനറേഷൻ എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന താരമാണ് റഷീദ് ഖാൻ. ബാറ്റ് കൊണ്ടും നിരവധി കമിയോ റോൾസ് റഷീദ് ഖാൻ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കൊരു ബൗളിംഗ് ഓൾറൗണ്ടർ എന്ന് തന്നെ റഷീദിനെ വിശേഷിപ്പിക്കാം. പിന്നീട് സായി കിഷോർ, കഴിഞ്ഞ സീസണിൽ പവർ പ്ലേയിൽ വരെ മികച്ച രീതിയിൽ ബോൾ ചെയ്ത സ്പിന്നറാണ് സായി കിഷോർ. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ വാഷിംഗ്ടൺ സുന്ദർ, പവർ പ്ലേയിലും മിഡിൽ ഓവേഴ്സിലും ഒരേപോലെ യൂസ് ചെയ്യാൻ കഴിയുന്ന സ്പിന്നറാണ്. പിന്നീട് കാഗിസോ റബാദ, സൗത്ത് ആഫ്രിക്കൻ സ്ട്രൈക്ക് ബോളർ. പിന്നീട് മുഹമ്മദ് സിറാജ്. കുറച്ച് എക്സ്പെൻസീവ് ആവാൻ സാധ്യതയുണ്ടെങ്കിലും അഹമ്മദാബാദിലെ പിച്ച് സിറാജിനെ പിന്തുണയ്ക്കാനാണ് സാധ്യത. അതുപോലെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് പ്രസീദ് കൃഷ്ണ. ഡിസ്ട്രക്റ്റീവ് ബാറ്റേഴ്സിന് ഡിസ്ട്രക്റ്റീവ് ബാറ്റേഴ്സ് ഉണ്ട്. ഇന്നിംഗ്സ് ആങ്കർ ചെയ്യാൻ ബാറ്റർമാരുണ്ട്. അതുപോലെ മികച്ച ഓൾറൗണ്ട് ഓപ്ഷൻ ഉണ്ട്. സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ഭദ്രമാണ്. അതുപോലെ പേസ് ബോളിംഗ് ഓപ്ഷനും ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു വെൽ ബാലൻസ്ഡ്, വെൽ റൗണ്ടഡ് പ്ലേയിങ് 11 ആണ് ഗുജറാത്ത് ടൈറ്റൻസിന്റെ എന്ന് പറയാം. അങ്ങനെ പറയാൻ വേറൊരു കാരണം കൂടിയുണ്ട്. കാരണം ഇവർക്ക് മികച്ച ബെഞ്ച് സ്ട്രെങ്ത് ഉണ്ട്, പ്രത്യേകിച്ച് ലൈക്ക് ടു ലൈക്ക് റീപ്ലേസ്മെന്റിന്റെ കാര്യത്തിൽ. നമ്മൾ എല്ലാ വീഡിയോയിലും ഈ ലൈക്ക് ടു ലൈക്ക് റീപ്ലേസ്മെന്റിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ഒരു കാരണമുണ്ട്. ഇപ്പോൾ ഒരു ടീമിൽ, ആ ടീമിലെ ഒരു ഫോറിൻ ബാറ്റർ, ഒരു ഫോറിൻ മിഡിൽ ഓർഡർ ബാറ്റർ ഫോമിലല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അവർക്ക് ആ താരത്തിന് പകരം മറ്റൊരു താരത്തെ ട്രൈ ചെയ്യണം. ഈ ഒരു സിറ്റുവേഷനിൽ അവരുടെ ബെഞ്ചിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു കേപ്പബിലിറ്റി ഉള്ള ഒരു ഫോറിൻ ബാറ്റർ ഇല്ല, മറ്റൊരു ഇന്ത്യൻ ബാറ്ററും ഇല്ല. ആകെയുള്ളത് ഒരു മികച്ച ബൗളറാണ്, ഒരു മികച്ച ഫോറിൻ ബൗളറാണ്. അപ്പോൾ ഈ ഫോറിൻ ബാറ്റർക്ക് പകരം ആ ഫോറിൻ ബൗളറെയാണ് സ്വാപ്പ് ചെയ്യുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങനെ ആ ഒരു ഫോറിൻ ബാറ്റർ ഒരു ഫോറിൻ ബൗളർ കൊണ്ട് സ്വാപ്പ് ചെയ്യുമ്പോൾ ആ ഒരു ടീം കോമ്പിനേഷനിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടതായിട്ട് വരും. ആ എക്സിസ്റ്റിംഗ് 11 നിന്ന് മറ്റൊരു ബൗളറെ തട്ടി പകരം ഒരു ബാറ്ററെ ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ ആ ടീം കോമ്പിനേഷൻ പ്രോപ്പർ ആവും. അങ്ങനെ വരുമ്പോൾ രണ്ടാമത്തെ ചേഞ്ച് ഒരു ഫോഴ്സ്ഡ് ചേഞ്ച് ആയിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് പല ടീംസിനും ഒരു കൺസിസ്റ്റൻസി ഇഷ്യൂ ഉണ്ടാവുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് ഗുജറാത്തിന്റെ കാര്യം നോക്കാം. മുഹമ്മദ് സിറാജോ പ്രസീദ് കൃഷ്ണയോ അവർ ഫോം ഔട്ട് ആണ്, അവർ എക്സ്പെൻസീവ് ആണ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇഞ്ചുറി സ്കെയർ ഉണ്ടായെന്ന് വെക്കുക. അങ്ങനെ വരുന്ന സമയത്ത് അവരുടെ ടീമിൽ ഇഷാന്ത് ശർമ്മയുണ്ട്, കുൽവന്ത് ഖെജ്രോളിയുണ്ട്, അർഷദ് ഖാൻ ഉണ്ട്. അങ്ങനെ 3 ഓപ്ഷൻസ് ഈ 2 ബോളേഴ്സിന് പകരമായിട്ടുണ്ട്. അതായത് നമുക്ക് ഇഷാന്ത് ശർമ്മയെ നമുക്ക് പ്രസീദ് കൃഷ്ണയ്ക്ക് പകരമായാലും മുഹമ്മദ് സിറാജിന് പകരമായാലും സ്വാപ്പ് ചെയ്യാൻ കഴിയുന്ന താരമാണ്. ഇനി കാഗിസോ റബാദയുടെ കാര്യം നോക്കൂ. കാഗിസോ റബാദയ്ക്ക് ഒരു ഇഞ്ചുറി വന്നാൽ, അല്ലെങ്കിൽ കാഗിസോ റബാദ ഫോം ഔട്ട് ആയാൽ നമുക്ക് മറ്റൊരു സൗത്ത് ആഫ്രിക്കൻ താരമായ ജെറാൾഡ് കോയറ്റ്സിയെ വെച്ചിട്ട് സ്വാപ്പ് ചെയ്യാം. അങ്ങനെ വരുമ്പോഴും ടീം കോമ്പിനേഷൻ ഇഷ്യൂ ഉണ്ടാവുന്നില്ല. ഇനി സായി കിഷോറിനോ അല്ലെങ്കിൽ വാഷിംഗ്ടൺ സുന്ദറിനോ ആണ് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവുന്നതെങ്കിൽ അത്ര ലൈക്ക് ടു ലൈക്ക് റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ പോലും ജയന്ത് യാദവിനെ വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും.
അവർക്ക് ആ ഒരു ഓൾറൗണ്ട് ക്യാപ്പബിലിറ്റി, ടീമിൽ തന്നെ ഓൾറൗണ്ടർ ക്യാപ്പബിലിറ്റി, ഒരു ബാറ്റിംഗ് ഡെപ്ത് ഉള്ളതുകൊണ്ട് ടീം കോമ്പിനേഷന് അവിടെ ഒരു ഇഷ്യൂ വരില്ല. ഇനി ഗ്ലെൻ ഫിലിപ്സിന് പകരം വേണമെങ്കിൽ ഷെർഫൈൻ റുദർഫോർഡിനെയും ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി ഒരു ഇന്ത്യൻ ബാറ്ററിയാണ് ആ ഒരു ലോവർ മിഡിൽ ഓർഡറിൽ കളിപ്പിക്കേണ്ടതെങ്കിൽ മഹിബാൽ ലോംറോർ ഉണ്ട്, അനുജ് റാവത്ത് ഉണ്ട്. ആ ടാലന്റിൽ പ്രോപ്പറായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിലും ടീം കോമ്പിനേഷന് വലിയ ഇഷ്യൂ ഉണ്ടാവാതെ ഇവരെ എല്ലാം നമുക്ക് ഡയറക്റ്റ്ലി സ്വാപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഗുജറാത്ത് ടൈറ്റൻസ് സ്ക്വാഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ വരുമ്പോൾ അവർക്കൊരു സെറ്റ് ടീം കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ അതിനെ ബാധിക്കാത്ത രീതിയിൽ അവർക്ക് ചേഞ്ചസ് വരുത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അതൊരു വെൽ ബാലൻസ്ഡ് ടീമാണെന്ന് ഞാൻ പറഞ്ഞത്. ഇനി ഇവരുടെ പ്ലേ ഓഫ് സാധ്യതയെപ്പറ്റി എന്നോടാണ് ചോദിക്കുന്നതെങ്കിൽ ഇവർ തീർച്ചയായും ടോപ്പ് 4-ൽ എത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഗുജറാത്തിന്റെ പ്ലേയിങ് 11 എങ്ങനെയായിരിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഗുജറാത്ത് ഈ സീസണിൽ തങ്ങളുടെ 2ാം കിരീടം നേടാൻ സാധ്യതയുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത ടീമിന്റെ റിവ്യൂമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.